ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് നീ എങ്ങനെ വാക്ക് മാറ്റിയ പിന്നെ നിന്റെ വീടൊരു മരണ വീടായിട്ട് മാറും. ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം. ഇനിയും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ലോകത്ത് എത്രയോ പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അവരൊക്കെ പിന്നെയും ജീവിക്കുന്നില്ലേ? കുറച്ചുനാള് നമുക്ക് വിഷമം ഉണ്ടാവും. ഇനിയും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അപ്പൊ ഈ വിഷമമൊക്കെ മാറും. ഇങ്ങനെ വിഷമിച്ചിരുന്നാ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ. അത് നമുക്ക് വിധിച്ചിട്ടില്ല. അങ്ങനെ കരുതിയാ മതി. ഇതൊന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്നാലും അതിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റാതെ. അങ്ങനെ ചിന്തിക്കരുത് സ്നേഹേ. ആ കുഞ്ഞ് ജനിച്ച ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ? ഇതിപ്പോ അങ്ങനെ ഒരു മുഖം മനസ്സിലില്ലാത്തതുകൊണ്ട് അത്രയും കുറച്ച് വിഷമിച്ചാ മതിയല്ലോ. എന്റെ വിഷമം മരണം വരെ ഇനി മാറില്ല. അത് അനുഭവിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവും. അവന്തികേട്ടത്തി പറഞ്ഞതുപോലെ അച്ഛനടുത്തിന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇപ്പൊ എന്റെ സംശയം. സമയത്ത് ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ അതുകൊണ്ട് മാത്രം അങ്ങനെയൊന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നില്ല. പിന്നെ എന്താ ഇതിന്റെയൊക്കെ കാരണം? ഈ വീട്ടിൽ മാത്രമല്ലല്ലോ, അർച്ചനത്തിന്റെ വീട്ടിലും ഇത് തന്നെയല്ലേ അവസ്ഥ? ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതൊന്നും ആരുടെയും ജാതക ദോഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഈ ലോകം കാണാൻ ആ കുഞ്ഞിന് ഭാഗ്യമില്ല, അത്രയേ ഉള്ളൂ. ഈ ലോകത്തെ എല്ലാ പരീക്ഷണവും ഒരിക്കലും വിജയിച്ചിട്ടില്ല. അത് പോട്ടെ, ഒരു ചെടിയിലെ പൂക്കൾ പോലും ഒരുപോലെ വിരിയാറില്ലല്ലോ. പലതും മൊട്ടായിട്ട് തന്നെ കൊഴിഞ്ഞു പോകും. മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നത്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ സംഭവിക്കോ? ജാതക ദോഷം എന്ന് പറയുന്നൊക്കെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ തള്ളിക്കളയണമെന്നൊന്നും ഞാനും പറയുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും വഴികളുണ്ട്. എന്ത് വഴി? നിങ്ങളുടെ സംശയം അച്ഛനോട് ചെന്ന് പറയണം. അച്ഛൻ തന്നെ ആ സംശയത്തിന് പരിഹാരം കാണുകയും ചെയ്യും. ഇക്കാര്യം ഞങ്ങൾ എങ്ങനെ അച്ഛനോട് പറയും? അർച്ചനേട്ടത്തിന് കുറ്റവും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാ മതി. അങ്ങളുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ചു കിട്ടും. ഈ കാര്യം അവന്തികടുത്ത് തന്നെ പറഞ്ഞു നല്ലത്. ഞാനോ? അവന്തികടുത്ത് ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, അതിന്റെ അവകാശം അധികാരമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ശരി തന്നെ. പക്ഷേ അർച്ചനയും ഞാനും തമ്മി ഇടയ്ക്കിടയ്ക്ക് ചില വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അർച്ചനെ മനഃപൂർവ്വം കുറ്റം പറയാന്ന് നമ്മുടെ അച്ഛന് തോന്നും. അത് വേണ്ട. അർച്ചനടുത്ത് വരുന്നത് വരെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അവന്തികേട്ടത്തിയാ. അന്ന് അവന്തികേട്ടത്തി പറഞ്ഞത് അച്ഛൻ കേട്ടതല്ലേ? ആ ഉണ്ട്. എന്നാലും അപ്പൊ ഇതും കേൾക്കും. ഇത് മറ്റൊന്നിനു വേണ്ടിയല്ലല്ലോ, ഈ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് അതിനുള്ള കടമയുണ്ട്. സമയം സൗകര്യം നോക്കി എടുത്തി കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് ശ്രമിച്ചു നോക്കാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായമായിട്ടേ ഞാനത് അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കും. ആ, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഈ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ അച്ഛനത് മനസ്സിലാവും. നോക്കാം. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാതെ പറ്റില്ലല്ലോ. അനഘേ, ഈ ചായ കിട്ടും. ഞാൻ അച്ഛന് കൊടുക്കാം.
കേറാനിരുന്ന കുരങ്ങിന് ഏണി വെച്ച് കൊടുത്ത പോലെ ആകാതിരുന്ന മതിയായിരുന്നു. ഹലോ. ആ, ഞാനാ ചെങ്കൽ മധു. എനിക്ക് വാക്ക് തന്ന കാര്യം മറന്നോന്നറിയണമല്ലോ. ഇല്ല, മറന്നിട്ടില്ല. സ്വന്തം ഭാര്യയുടെ സഹോദരനെ ഒറ്റ കൊടുക്കാൻ ആരായാലും ഒന്ന് മടിക്കും. പക്ഷേ നീ അത് ചെയ്യും. കാരണം നിന്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് നിനക്ക് അത്രയ്ക്ക് ജീവനാണെന്ന് എനിക്കറിയാം. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടായ നിനക്ക് നല്ലത്. അവന് ജാമ്യം കിട്ടുന്ന ദിവസം അന്ന് നീ എങ്ങാനും വാക്ക് മാറ്റിയ പിന്നെ നിന്റെ വീടൊരു മരണ വീടായിട്ട് മാറും. ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം. സച്ചേട്ടാ, നീ എന്തെങ്കിലും പേടിച്ചു നോക്കുന്നേ? ഇന്നലെ ഉറങ്ങിയില്ലേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. സച്ചേട്ടനിപ്പോ ആരോടാ സംസാരിച്ച? അത് പിന്നെ ഞാൻ കമ്പനിയിലെ ഒരു ക്ലയന്റുമായിട്ട് സംസാരിക്കായിരുന്നു. ആണോ? ആ, പക്ഷെ സംസാരം കേട്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നിയത്. സച്ചേട്ടൻ ആ മധുവിനോടല്ലേ സംസാരിച്ചേ? അനുപെണ്ണെ കൊണ്ട് കൊടുക്കാന്നല്ലേ സച്ചേട്ടൻ അവസാനം പറഞ്ഞത്?